നമസ്കാരം. പ്രിയപ്പെട്ട മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നയാളെ എന്ത് ചെയ്യാൻ? ആ അച്ഛൻ ഒന്നും നോക്കിയില്ല, കൊന്നു. നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടി വെടിവെച്ചു കൊന്നു. വെറും 13 വയസ്സുകാരിയായ കൃഷ്ണപ്രിയ 2001 സ്കൂൾ വിട്ട് വരും വഴിയാണ് അയൽവാസിയായ മുഹമ്മദ് കോയയുടെ കാമക്രൂരതയ്ക്ക് ഇരയായത്. കേസിൽ പിടിയിലായ മുഹമ്മദ് കോയ പിന്നീട് ജാമ്യത്തിലിറങ്ങി. 2002 കൊല്ലപ്പെട്ടു. പിന്നാലെ ശങ്കരനാരായണൻ എന്ന കൃഷ്ണപ്രിയയുടെ അച്ഛൻ പോലീസിൽ കീഴടങ്ങി. സംഭവം പുറത്തായതോടെ ശങ്കരനാരായണൻ പെൺകുട്ടികളുടെ ഹീറോ ആയി. നിയമത്തിനു മുന്നിൽ കുറ്റവാളിയെങ്കിലും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ അയാൾ ചെയ്തതായിരുന്നു ശരി. കൃഷ്ണപ്രിയയ്ക്ക് കിട്ടിയ യഥാർത്ഥ നീതി. മലപ്പുറം മഞ്ചേരിയിലെ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണന്റെയും ശാന്തകുമാരിയുടെയും ഇളയ മകളായിരുന്നു കൃഷ്ണപ്രിയ. 2 ആൺകുട്ടികൾക്ക് ശേഷം ജനിച്ച പൊന്നോമന. അച്ഛനമ്മമാരുടെയും ഏട്ടന്മാരുടെയും ലാളനയിൽ വളർന്നവൾ. 2001 ഫെബ്രുവരി 9 സ്നേഹപ്രകാശം പരന്നൊഴുകിയ ആ വീട്ടിൽ ദുഃഖത്തിന്റെ ഇരുട്ട് പരന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയയെ കാണാനില്ല. സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമായിരുന്നു വീട്ടിലേക്കുള്ള ദൂരം. 4 മണിക്ക് കൃഷ്ണപ്രിയ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പക്ഷേ 5:30 കുട്ടി വീട്ടിലെത്തിയില്ല. പല വഴിക്കുള്ള അന്വേഷണങ്ങൾ. രാത്രി 9 മണിയോടെ കുറ്റിക്കാട്ടിൽ കൃഷ്ണപ്രിയയുടെ മൃതദേഹം. ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്നു ആ കുഞ്ഞു ശരീരം. യൂണിഫോമിന്റെ ഭാഗമായ ജാക്കറ്റ് കൊണ്ട് കഴുത്തു മുറുക്കിയായിരുന്നു കൊലപാതകം. ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ആ ക്രൂരതയിൽ നടുങ്ങി നിന്ന ശങ്കരനാരായണനെയും കുടുംബത്തെയും ഞെട്ടിച്ച് പ്രതി പിടിയിലായി. അയൽവാസിയായ 24-കാരൻ മുഹമ്മദ് കോയ. സ്ത്രീകളെ ഉപദ്രവിച്ചതടക്കം പല കേസിലും പ്രതിയായിരുന്നു ഇയാൾ. പോലീസ് കോയക്കെതിരെ തെളിവുകൾ നിരത്തി. കോടതി അയാളെ ശിക്ഷിച്ചു. പക്ഷേ പ്രിയപ്പെട്ട മകളുടെ മരണത്തിൽ നീറ്റലടങ്ങാത്ത ആ അച്ഛന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഒരുപാട് പീഡനക്കേസുകൾ പോലെ തീരുമായിരുന്ന കേസ് പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. 2002 ജൂലൈയിൽ ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയെ പിന്നാലെ കാണാതെയായി. അയാൾ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. പോലീസിന്റെ അന്വേഷണം. ശങ്കരനാരായണന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ കോയയുടെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തി. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ശങ്കരനാരായണനും സുഹൃത്തുക്കളായ അനിമോനും മറ്റൊരു സുഹൃത്തായ മഞ്ചേരിയാൻ ശങ്കരനാരായണനും ചേർന്ന് മുഹമ്മദ് കോയയെ ചാരായം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒഴിഞ്ഞ ഭാഗത്തുള്ള പാറയിലിരുന്നുള്ള മദ്യസേവയിൽ ലഹരിയുടെ മയക്കത്തിലായ മുഹമ്മദ് കോയയെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് നെഞ്ചിൽ വെടിവെച്ചു കൊല്ലുന്നു. ഉലക്കയിൽ മൃതദേഹം കെട്ടിവരിഞ്ഞ് ശങ്കരനാരായണന്റെ വീട്ടുവളപ്പിലെ പൊട്ടക്കിണറ്റിൽ കുഴിച്ചിട്ടു. ചാണകവെള്ളം കൊണ്ട് ചോരപ്പാടുകൾ കഴുകിക്കളഞ്ഞു. അനിമോനെയും മഞ്ചേരിയാൻ ശങ്കരനാരായണനെയും പോലീസ് പിടികൂടി. പിന്നാലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതി 3 പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു. വിധി കേട്ട ശങ്കരനാരായണൻ പ്രതിക്കൂട്ടിൽ നിന്ന് പുഞ്ചിരിച്ചുവെന്നാണ് അന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്നവർ പിന്നീട് പറഞ്ഞത്. പ്രാണനായിരുന്ന കുഞ്ഞുമകൾ കൊല്ലപ്പെട്ട ശേഷമുള്ള ആ അച്ഛന്റെ ആദ്യ ചിരി. 2006 മെയ്യിൽ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. കോടതി പോലീസിനോട് ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ് അന്ന് നിർണായകമായത്. ക്രിമിനലായ കോയയ്ക്ക് മറ്റു ശത്രുക്കൾ ഉണ്ടാകില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പുറത്തിറങ്ങിയ ശേഷമുള്ള ശങ്കരനാരായണന്റെ പ്രതികരണം കേരളത്തിന്റെ മറ്റൊരു നോവായി മാറി. മുഹമ്മദ് കോയ മരിക്കാൻ പാടില്ലായിരുന്നുവെന്നും തന്നെപ്പോലെ നീറി കഴിയണമെന്നുമായിരുന്നു ആ അച്ഛന്റെ വേദന നിറഞ്ഞ് തുറന്നു പറച്ചിൽ. ആ മനസ്സിലെ മുറിവ് മരിക്കുവോളം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വാർദ്ധക്യ സഹജങ്ങളായ അസുഖങ്ങളാൽ ശങ്കരനാരായണൻ വിടവാങ്ങുമ്പോൾ പലർക്കും അവരുടെ ഹീറോയാണ് ഓർമ്മയാകുന്നത്. പെൺകുട്ടികൾക്ക് നേരെ നീളുമായിരുന്ന കാമക്കണ്ണുകൾക്ക് പേടി സ്വപ്നമായ അച്ഛൻ എന്ന ഹീറോ.